ഇന്ന് നമുക്കാണെങ്കിൽ മയണൈസ് ഉണ്ടാക്കാം. ഇന്ന് നെഫ്രാസിന് മയണൈസ് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. അതുകൊണ്ട് മയണൈസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു മുട്ടയെ നമുക്ക് വേണ്ടത്. നെഫ്രാസിന് വേണ്ടി മാത്രമായതുകൊണ്ട് ഒരു മുട്ട എടുത്ത് മുട്ടയുടെ വെള്ള എടുക്കണം, മഞ്ഞ എടുക്കരുത്. മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് ഒരു മുട്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി, ഇച്ചിരി ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ, എന്നാലേ അത് സെറ്റായിട്ട് കിട്ടത്തോളും. അപ്പം മുട്ടയുടെ വെള്ളയിട്ട് 2 വെളുത്തുള്ളി ഇട്ട് ഉപ്പ് ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് വേണം. അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഒരു ആവശ്യത്തിനങ്ങ് ഇടാം. ഇട്ടിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് കറക്കണം. നെഫ്രാസിന് ചിക്കൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ചോറുമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മയണൈസ് ഉണ്ടാക്കുന്നത്. സഫ്രാൻ പിന്നെ പപ്പടവും ചോറും കൂടെ ഒക്കെ അങ്ങ് കഴിച്ചോളും. അങ്ങനെ അതൊരു വട്ടം ഒന്ന് കറക്കിയിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അടപ്പ് മാറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. നമ്മൾ സൺഫ്ലവർ ഓയിൽ എത്രത്തോളം ഒഴിക്കുന്നോ അത്രത്തോളം ഇത് നല്ലതായിട്ട് വരുത്തോളും. നല്ല തിക്കായിട്ട് വരണ്ടേ, അപ്പോൾ സൺഫ്ലവർ ഓയിൽ കൂടുതൽ വേണം. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നെഫ്രാസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഉമ്മ ഇത്രയും ഓയിൽ ഒഴിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പിമോന് നല്ല അടിപൊളി മയണൈസ് വേണ്ടേ, അതിനാ ഉമ്മ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് കറക്കാം. അത് കറക്കി കഴിയുമ്പോഴത്തേക്കും എന്നാലും ശരിയാവത്തില്ല. പിന്നെയും നമുക്ക് കുറച്ചും കൂടെ തുറന്നിട്ട് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് കറക്കി. ഇപ്പം കണ്ടോ, ഇപ്പോൾ ഒരു പകുതി പോലും ശരിയായി. ഇനി അതിനകത്തോട്ട് പിന്നെയും ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെയും കറക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്തുവാ റിസൾട്ട് നിങ്ങൾക്ക് കാണണ്ടേ. ഇപ്പം കാണിച്ചു തരാം റിസൾട്ട് എന്തുവാന്നുള്ളത്. ഇത് കറക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണണ്ടായോ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പയ്യനെ അടപ്പങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ നെഫ്രാസ് ഓടി ഒരു വരവുണ്ട്. ഉമ്മി എൻ്റെ മയണൈസ് എങ്ങനെയായെന്നും പറഞ്ഞിട്ട്. ഇപ്പം കണ്ടോ നല്ല അടിപൊളി മയണൈസാണ്. ഈ മയണൈസും ചോറും